അള്ളാഹു പറയാണ് വല അദാബുൽ ആഖിറതി അശദ്ദു വഅബ്ഖ. വല അദാബുൽ ആഖിറ, ആഖിറത്തിൻ്റെ അദാബ് തന്നെയാകുന്നു. അല്ല എന്നുള്ളത് ഇവിടെ തോക്കിയതാണ്, അതുകൊണ്ട് ഞാൻ തന്നെ എന്ന് പറഞ്ഞത്. വല അദാബുൽ ആഖിറതി, ആഖിറത്തിൻ്റെ അദാബ് തന്നെയാകുന്നു. അശദ്, അശദ് പറഞ്ഞാൽ എന്താ? അതികഠിനം, അതികഠിനം. അശദ്ദാണ്, ഷദീദല്ല. ഷദീദ് എന്ന് പറഞ്ഞാൽ കഠിനം. അതന്നെ സീഗത്തുൽ മുബാലഗയാണ്, അഗാധാർത്ഥ പ്രയോഗമാണ്. അശദ് എന്ന് പറഞ്ഞാൽ അതികഠിനം. വല അദാബുൽ ആഖിറതി അശദ്. വ അബ്ഖ, വ അബ്ഖ എന്ന് പറഞ്ഞാൽ, അബ്ഖ എന്ന് പറഞ്ഞാൽ നിലക്കാതെ നിത്യമാകുന്നത്, നിലക്കാതെ നിത്യമാകുന്നത്, എന്നെന്നും നിത്യമാകുന്നത്. ദുനിയാവിലെ അദാബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെത്ര കഠിനമാണെങ്കിലും അതിനെന്തുണ്ട്? ഒരു ഒടുക്കുണ്ട് അല്ലേ? ഒരു ഇത്ര നേരത്തെ ശിക്ഷ, ഇത്ര സമയത്തെ ശിക്ഷ, ഇത്ര കാലത്തെ ശിക്ഷ. ഇനി അതല്ല, ശിക്ഷ തുടരുകയാണെങ്കിൽ ഇതിന് മരണം ആ ശിക്ഷയ്ക്ക് എന്ത് ചെയ്യും? തിരശീല വീഴ്ത്തും. ദുനിയാവിലെ ശിക്ഷ അത് മുൻകത്തിയാണ്, നിലക്കും നിലക്കും. പക്ഷേ ആഖിറത്തിൻ്റെ അദാബ് അല്ലാഹുമ്മ അജിർനാ മിനന്നാർ വ അബ്ഖ, അത് അബ്ഖയാണ്, എന്നെന്നും ശേഷിക്കുന്നതാണ്, എന്നെന്നും ശേഷിക്കുന്നതാണ്. വല അദാബുൽ ആഖിറതി അശദ്ദു വ അബ്ഖ. ഇവിടെ വ അബ്ഖ എന്നെന്നും ശേഷിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇല്ല മൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുന്നവരുടെ വിഷയത്തിൽ ഒഴിച്ച് എന്നുള്ളൊരു ഇത് ഉണ്ട്. മറ്റ് വിശുദ്ധരുടെ മറ്റ് ആയത്തുകളും മനസ്സിലാക്കി വേണമല്ലോ ഇതിനെ അർത്ഥം പറയാൻ. ചിലരുടെ ശിക്ഷ, അവരുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ട്? അതിൽ നിന്ന് വിരമിക്കലുണ്ട് ശഫാഅത്തിലൂടെ. അതേപോലെ തന്നെ അള്ളാഹിൻ്റെ റഹ്മത്തിലൂടെ ഒക്കെ എന്ത് ചെയ്യും? ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കുന്നവരുണ്ട്, ശിക്ഷക്കപ്പുറം രക്ഷ ലഭിക്കുന്നവരുണ്ട്. പക്ഷേ ചിലരുടെ ശിക്ഷ എന്താണ്? ചിലരുടെ ശിക്ഷ അത് നിത്യമാണ്. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ എന്ന് പറഞ്ഞില്ലേ? തൊലിപ്പുറം കത്തിത്തീരുമ്പോഴെല്ലാം വേറെ വേറെ തൊലി നൽകി കത്തിക്കപ്പെടുന്ന അവസ്ഥ. അതേപോലെ തന്നെ കുല്ലമാ ഖബത് സിദ്നാഹും സഗീറ എന്നാണ്. അവരുടെ തീ കെട്ടടങ്ങുമ്പോഴെല്ലാം കൂടുതൽ തീജ്വാല നൽകി ശിക്ഷിക്കുന്ന അവസ്ഥയാണ്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ.